ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഞാൻ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധികളോ ഒന്നുമല്ല, എനിക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ഒരു നല്ല കുടുംബത്തിൻ്റെ മോഡലായിട്ട് ബൈബിളിൽ ഒരുപാട് പേരെ കാണാറുണ്ട്, ഒരുപാട് കുടുംബങ്ങളെ കാണാറുണ്ട്. പലർക്കും പല പ്രത്യേകതകളുമാണ്. അപ്പോൾ നമുക്ക് ഈ ആധുനിക ജീവിതത്തിലും മോഡലാക്കാൻ പറ്റുന്ന പല ക്വാളിറ്റീസും പലരുടെയും ലൈഫിലുണ്ട്. ചിലത് കണ്ടു പഠിക്കേണ്ടാത്ത കുടുംബങ്ങളും കാണുമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്. നമുക്ക് അങ്ങനത്തെ ഒരു മാതൃകയാക്കാൻ പറ്റിയവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ ഞങ്ങൾക്ക്? കുടുംബം ഒരു ദൈവിക സംവിധാനമാണ്. പലപ്പോഴും നമ്മുടെ ഓർമ്മ ഭാഗ്യക്കുറി പോലെ ലക്കി ട്രിപ്പ്, അങ്ങനെ കിട്ടിയ വേണം, അങ്ങനെ കിട്ടിയ പുരുഷൻ, അങ്ങനെയൊന്നുമില്ല. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുണ്ട്. ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കുമ്പം ചേരാത്തതുപോലെയൊക്കെ തോന്നാം, പക്ഷെ ദൈവം ചേർത്തതാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ ഓരോ സൃഷ്ടികർമ്മവും കഴിഞ്ഞ് കൊള്ളാം, നന്നായിരിക്കുന്നു, ഒരു സൃഷ്ടികർമ്മം ദൈവം പോലും പറഞ്ഞു ചെയ്ത് നന്നല്ല, പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആണിന് ഒരു പെണ്ണിനെ ദൈവം വെച്ചു, പെണ്ണിന് ആണിനെയും ദൈവം വെച്ചു. അതാണ് ദൈവിക സംവിധാനം, ദൈവിക ക്രമം അവിടെയാണ്. അതുകൊണ്ടാണ് അവൻ്റെ ഏകാന്തത മാറ്റാൻ ദൈവം വാരിയൽ ഒഴിച്ചൊരു സ്ത്രീക്ക് ജന്മം കൊടുത്തു. വാരിയൽ ഹൃദയത്തെ പൊതിയുന്ന ഭാഗമാണ്. അപ്പോൾ ഹൃദയത്തോട് ചേർന്നവളാണ് പെണ്ണ്. ആ രീതിയിൽ പുരുഷൻ സ്ത്രീയുമായിട്ട് ചേർത്ത് വെച്ചു. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് ഫോട്ടോ എടുക്കുമ്പം പെണ്ണ് ആണിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുക, ഇടതുവശത്ത്. ഫോട്ടോ വാരിയൽ അതിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പം ദൈവത്തിൻ്റെ ഛായയെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ക്രിയാത്മക പദ്ധതികൾ പൂർത്തിയാക്കാനെടുത്ത ഉപകരണങ്ങളാണ് ഭർത്താവും ഭാര്യയൊക്കെ. വർദ്ധിച്ച് പെരുകുക, സൃഷ്ടികർമ്മത്തിൽ ഭാഗഭാഗത്വം വഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കടമ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഒരു എരുമയും പോത്തും കൂടെ കൂടിയ പോലല്ല, ഒരു കണ്ടനും ചക്കയും പോലെ കൂടിയതല്ല, ദൈവം സൃഷ്ടിച്ച പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർത്ത് വിട്ടു. അപ്പം അങ്ങനെയാണ് ഒരു ദൈവിക സംവിധാനമായിട്ട് നമ്മൾ ഇതിനെ കാണണം. ഇന്ന് പലപ്പോഴും ഒരു സോഷ്യൽ സംവിധാനമായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. കുറച്ച് വീഡിയോ, പിന്നെ കുറേ എണ്ണം കച്ചിത്തലയായിട്ട് ഇങ്ങനെ പടപ്പത്തലയും വെച്ച് കൂടുക, കുറേ എണ്ണം മോട്ടോർ സൈക്കിളെ ബഹളം വെക്കുക, കുറേ എണ്ണം ഗോഷ്ഠി കാണിക്കുക, അങ്ങനെ വിവാഹത്തെ വികലമാക്കി മാറ്റുന്ന ലോകത്താണ്. പണ്ട് നമ്മുടെ അപ്പനമ്മമാരുടെ കാലത്ത് ആയിരുന്നില്ല വിവാഹത്തിൻ്റെ ഭംഗിയുണ്ട്. ഇപ്പോൾ ചുമ്മാ കുറേ ഫ്ലവർ ഗേൾസും കയ്യെ തൂങ്ങാനും കാലിൽ തൂങ്ങാനും കുറേ എണ്ണം ആ ഷോയ്ക്കേ ഉള്ളൂ. അതേ സമയത്തൊന്ന് പ്രാർത്ഥനയോടെ പങ്കെടുക്കാനോ ഒരു പെണ്ണിന് പോലും ഭക്തിയോടെ നിൽക്കാനോ എന്തിനാ മന്ത്രകോടി തലയിടാൻ പോലും ശരിക്കും അറിയത്തില്ല. അപ്പം അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സംവിധാനവും ദൈവിക പദ്ധതിയും മറക്കുമ്പം ഒരു ബാഹ്യമായ ആഘോഷവും അലങ്കോലമായിട്ട് വിവാഹം മാറും. അങ്ങനെയുള്ള വിവാഹം തളരാനും കൂടുതൽ സാധ്യതയുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ പലപ്പോഴും കുടുംബജീവിതം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇയാളായിരുന്നില്ലേ, അല്ലെങ്കിൽ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ ഒക്കെ പറഞ്ഞ കാലം മറന്നു. ഒരു ചേർച്ചയില്ല, ഒരു കാര്യത്തിലില്ല, ഒരു ആശയത്തിലില്ല, ഒരു നടപ്പിലില്ല, എടുപ്പിലില്ല, ലുക്കിലില്ല. ഇവരല്ലായിരുന്നോ, വേറെ വല്ലവരും ആയിരുന്നോ, അല്ലെങ്കിൽ പണ്ട് കണ്ട അവനായിരുന്നു ഇവളായിരുന്നു എന്നൊക്കെ ഉള്ള ചിന്തകൾ വരുമല്ലോ. ഇതൊക്കെ ഒരു സ്വാഭാവികമായ ചിന്തയല്ലേ? ആക്ച്വലി അവരൊന്നും അല്ല, ഇപ്പം കിട്ടിയവർ തന്നെയാണ് നമുക്ക് മെച്ചം എന്നുള്ളതല്ലേ ശരിക്കും ഈ ദൈവിക സംവിധാനത്തിൽ നിന്ന് മനസ്സിലാക്കണ്ടേ? അതാണ് യഥാർത്ഥ സംവിധാനം നമ്മൾ മനസ്സിലാക്കേണ്ട ചിന്ത. അതാണ്. ഇനി മനുഷ്യരായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് മാനുഷിക ബലഹീനത നുഴഞ്ഞു കയറി വരുമല്ലോ. കമ്പാരിസൺ, ചില കാൽക്കുലേഷൻ ഇതൊക്കെ നടത്തും. ചിലർ പ്രത്യക്ഷത്തിൽ കാണുമ്പം ഗബ്രിയേൽ മാലാഖയും ഇളയ പെങ്ങളും പോലെ, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പം ലൂസിഫറും ബെൽസബൂലിൻ്റെ പുത്രിയും പോലെ. പുറത്ത് കാണുന്നത് തന്നെ ആകണമെന്നില്ല, അകത്ത്. അപ്പം എല്ലാ പുറത്ത് കാണുന്നതും ഒന്നാം തരം ഒന്നും ചിന്തിക്കാനും പാടില്ല. എല്ലാവർക്കും കൊണ്ട് അവനവൻ്റേതായ അസ്വസ്ഥകളും പ്രശ്നങ്ങളും ഒക്കെ. ഒരു ഭാര്യ പറഞ്ഞു, ഞാനും എൻ്റെ ഭർത്താവിൽ എന്തൊരു പൊരുത്തമാണ്, എൻ്റെ ചേട്ടൻ സിഗരറ്റ് വലിച്ചാൽ ഞാനാ പുക വിടുന്നത്. അത്രയ്ക്ക് ഐക്യമുള്ള കുടുംബങ്ങളും ദാമ്പത്യങ്ങളും ഉള്ളവരുമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ആളാണ് എനിക്ക് വേണ്ടി വെച്ച ആൾ. ഒത്തിരി പേരെ കണ്ടു. അതുകൊണ്ടാണ് വിവാഹത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, സമ്മതമാണോ ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്താ പൊന്നു മോനെ, നീ ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങളെ കാണും. സിനിമാ നടി, സീരിയൽ നടി, മോഡൽ ഗേള്, ബിസിനസ് ഗേള്, പാഷൻ പരേഡുകാരി, അതിലൊക്കെ ഉപരി ഈ ഉണക്കപ്പാമ്പാടെ നീ സ്നേഹിക്കുമോ? അതാണ് വിവാഹത്തിൻ്റെ വാക്ക്. മോളെ നീയും കാണും. ക്രിക്കറ്റ് താരങ്ങൾ, സിനിമാ താരങ്ങൾ, മോഡൽ ബോയ്സ്, അനേക സ്റ്റാറുകൾ. ഇത്രയും സ്റ്റാറിനിടയിൽ ഈ കൊടകമ്പി പോലിരിക്കുന്ന മകനെ നീ സ്നേഹിക്കുമോ? ഇതാണ് ദൈവത്തിൻ്റെ സംവിധാനം. അതാണ്
അപ്പം ആളെ തന്നെങ്കിൽ ബാക്കി ദൈവം നോക്കും, തന്നെങ്കിൽ. അപ്പം തന്നതിനെക്കുറിച്ച് കണക്ക് കൂടി നമ്മൾ അസ്വസ്ഥരാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നേരെ അതെന്നെ സമയം ജീവിക്കാൻ പറ്റുകയില്ല. ഒരു ഷേപ്പും ഇല്ലാത്ത പെണ്ണിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഭർത്താവുണ്ട്, ഒരു ഭംഗിയില്ലാത്ത ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയുണ്ട്. അത് ജീവിതക്രമമാണ്. അപ്പം അതിനെ അങ്ങനെ എടുത്താൽ വിജയിക്കും. അങ്ങനെ എടുത്തില്ലെങ്കിൽ എന്നും മനസ്സ് അസ്വസ്ഥമായിരിക്കും. ആ ഒരു ചിന്തകളാൽ നമ്മൾ ഉടലിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അവർ ഇത്രയൊക്കെ ഒരു ഡീപ്പായിട്ട് ദൈവികമായൊരു സംവിധാനത്തെ കാണാത്തതുകൊണ്ടല്ലേ ഈ ഡിവോഴ്സൊക്കെ കൂടുന്നത് ശരിക്കും. പഴയ കാരണന്മാരൊക്കെ ഇപ്പോൾ കുറവുകളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യും, എനിക്ക് വേണ്ടി തമ്പുരാൻ തന്നാ അതുകൊണ്ട് നമ്മളത് കൊണ്ട് പോകും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടല്ലേ ശരിക്കും? പുതിയ തലമുറയ്ക്ക് അവരുടെ ഒത്തിരി ഒരു സെക്യുലറിസം ബാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ആധ്യാത്മികത കുറഞ്ഞു. അത് പേരൻസിനുമുണ്ട് ആ പ്രശ്നം. അത് കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നുമില്ല. എൻട്രൻസ്, കോച്ചിങ്, വേദപാഠത്തേക്കാൾ കൂടുതൽ അത് മതി. അങ്ങനെ പറഞ്ഞ് വിട്ടിട്ട് ആ മക്കളെ കൊണ്ട് കരയുന്ന അപ്പന്മാരെയും അമ്മമാരെയും കണ്ടിട്ടുണ്ട്. അപ്പം അത് കാലഘട്ടത്തിൻ്റെ അപകടമാണ്. കുട്ടികളെ സംബന്ധിച്ച് വശ്യമായ ലോകത്തിൻ്റെ വശീകരണങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പം അത് കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുക. അപ്പം അങ്ങനെ വളരുമ്പം ആ കുഞ്ഞുങ്ങൾ ആ രീതിയിൽ പോയി കഴിയുമ്പം അവർക്കൊരു ദൈവീകതയുടെ തലം വേദപാഠ ക്ലാസ് മുതൽ കൊടുത്ത് കൊണ്ടുവരേണ്ടതാണ്. അത് ശരിക്കും കിട്ടുന്നില്ല, ശരിക്കും കൊടുക്കുന്നില്ല. ഇതാണ് അവരുടെയൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് ഈ മാറുന്നത്. പണ്ടൊക്കെ വേദപാഠ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പറയുകയാണ് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചൊരുങ്ങണമെന്നൊക്കെ. എനിക്കൊന്ന് ഞാനൊക്കെ 8ാം ക്ലാസ് തൊട്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെ ശീലിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ഒരു ഒരുക്കമൊക്കെ ഉണ്ടോ? ഈ കല്യാണ സമയമാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒരുങ്ങുന്നു. അച്ഛൻ പറഞ്ഞാൽ വളരെ സത്യമാണ്. കാരണം പ്രെയർ എന്നുള്ളൊരു കാര്യത്തിന് എല്ലാവരും പോസിങ് അല്ലേ, സ്റ്റുഡിയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർക്ക് പോസ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും പോകുന്നത്. സത്യത്തിൽ ഈ മന്ത്രകോടി തലയിലിടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തായിരുന്നു തലമുടിയുടെ സ്റ്റൈൽ പോകും അങ്ങനെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ എന്ന് ചിന്തിക്കുന്നവർ വരെ കാണുമായിരിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നമൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാൻ, അതായത് മോഡൽ കുടുംബങ്ങളെയാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ വിശുദ്ധ ഗ്രന്ഥത്തിലെ കുടുംബങ്ങളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. വേദപുസ്തകത്തിലെ വീഴ്ചയുടെയും വിജയത്തിൻ്റെയും കുടുംബങ്ങളെക്കുറിച്ച് കാണിക്കുന്നു. വീണുപോയ കുടുംബം, വീണ്ടെടുക്കപ്പെട്ട കുടുംബം. അപ്പം ആദ്യത്തെ കുടുംബം വീണുപോയ കുടുംബമാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദി മാതാപിതാക്കൾ ഒരു നിമിഷത്തിൽ തിന്മയുടെ പ്രലോഭനത്തിലേക്ക് വീണുപോയി. അപ്പം അതിന് പറയുന്ന വാക്കാണ് പഴം. പഴമെന്ന് പറഞ്ഞാൽ പ്ലാവിലെ ചക്ക, കപ്പളത്തിലെ കപ്പളങ്ങ, പേരയിലെ പേരയ്ക്ക പോലെ ഒരു പഴം ഏതോടെ നിന്നുള്ളതല്ല. പഴമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നൈമിഷിക സുഖമെന്നാണ്. പഴം അധികം നിൽക്കുകയല്ല, പഴുത്താൽ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും, സ്ഥിരമായിട്ട് നിൽക്കുകയല്ല. അപ്പം പെട്ടെന്ന് തീരുന്ന സുഖത്തിൻ്റെ പുറകെ പോകാനാണ് എന്നും മനുഷ്യന് ആഗ്രഹം. അത് മേക്കപ്പാകാം, ഭക്ഷണമാകാം, വസ്ത്രമാകാം, ആഭരണമാകാം. പെട്ടെന്ന് തീരുന്ന സുഖം, മദ്യപാനം, മയക്കുമരുന്ന്, ബ്ലൂ ഫിലിം, പ്രീ സെക്സ്, ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്ന ലോകത്തിലാണ്. പഴം തിന്നുന്ന ലോകത്തിലാണ് നമ്മൾ. നിത്യത മറന്നിട്ട് നൈമിഷിക സുഖം. ദൈവം പറയുന്നു, നൈമിഷികമായ സുഖങ്ങളെ വെടിഞ്ഞാൽ നിത്യമായ ഭാഗ്യം നേടാം. അത് നേടാനായിരുന്നു പണ്ട് കാരണവന്മാരുടെ ശ്രമം. പക്ഷെ ഇന്ന് അതിനെക്കുറിച്ച് വിട്ടു, ഇത് മാത്രമായിട്ട് അങ്ങ് മാറി. അതാണ് അപകടം. അങ്ങനെ പോയപ്പോഴാണ് ആദ്യത്തെ ദാമ്പത്യം തകർന്നത്. ആദ്യ ദാമ്പത്യം എന്നും ഏതം തോട്ടം പഠിപ്പിക്കുന്ന പാഠമുണ്ട്. ജീവിതത്തിൽ നമ്മൾ എപ്പോഴെല്ലാം ദൈവത്തിൽ നിന്നകന്നോ അകന്നാൽ ദാമ്പത്യം തകരും. ദമ്പതികളുടെ ദാമ്പത്യം തകർന്നോ മക്കൾ വഴിവഴിക്കും. കായൻ കൊലയാളിയായി ജീവിതത്തിൽ. ദൈവത്തോട് ചേരുമ്പം പരദീസയാണ്, ദൈവത്തിൽ നകരുമ്പം നരകമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അവിടെ നമുക്ക് തന്നെ അറിയാൻ പറ്റും, ആദ്യ മാതാപിതാക്കൾ ഇങ്ങനെ ജീവിച്ചു, അവർക്ക് എന്ത് സംഭവിച്ചു? നന്മയും തിന്മയുടെയും പഴം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നന്മയുടെയും തിന്മയുടെയും 2 പഴം ഹവ്വയുടെ വയറ്റിലുണ്ടായി. തിന്മയുടെ പഴം കായൻ, നന്മയുടെ പഴം ആബേൽ, 2 പേരായി. അപ്പം ഇന്നും നമുക്ക് ലോകത്തിൽ ചോദ്യമുണ്ട്, ഇത്രയും നന്നായിട്ട് കാരണവന്മാർ ജീവിച്ചിട്ട് എങ്ങനെ പിഴച്ച മക്കളുണ്ടായത്? എല്ലാവരും ചോദിക്കും. അതിന് ഉത്തരമാണ് ബൈബിൾ. എത്ര നന്നായിട്ട് മനുഷ്യൻ ജീവിച്ചാലും അവിടെ ഏത് നന്മയുടെ ആദ്യ കുടുംബത്തിലുമുണ്ട് ഒരു കായനും ഒരു ആബേലും. ഇന്ന് 2 മക്കളുണ്ടോ? ഒരു പിഴച്ചവനും ഒരു നല്ലയാളും. 10 മക്കളുണ്ടോ?
9 നല്ല ഒരെണ്ണം പേരുദോഷം വരുത്തും. അത് പ്രതിസാമത്തിൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ പരിഭവിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല, അതെവിടെയും ഉണ്ടാകും. അതെപ്പോഴും ഉണ്ട്. 12-ൽ 1 ഒറ്റുകാരനായിരിക്കും. അല്ല, അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ അപ്പോൾ ഇവരെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ സഹനം എന്ന് പറയുന്നതും, അല്ലെങ്കിൽ നമ്മൾ പ്രതിസന്ധികളെ ഓവർകം ചെയ്യേണ്ട പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പം ഈ ഇങ്ങനെ ഒരു മക്കളുണ്ടെങ്കിൽ മതിയല്ലോ അല്ലേ എല്ലാം. മതി. അവരുടെ ശുദ്ധീകരണത്തിന് തന്നാന്ന് പറയുകയല്ലേ. ഈ ഒരെണ്ണം എൻ്റെ വിശദീകരണത്തിന് ദൈവം തന്നതാന്ന് പറയുന്ന പാരൻസ് ഉണ്ട്. ചില അങ്ങനെയുള്ള സാന്നിധ്യം കുടുംബത്തെ മാറ്റിമറിക്കും, കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. അപ്പോൾ ഒരു പരാതി കുറയും നമുക്കല്ലേ ശരിക്കും. അല്ലെ എല്ലാ മക്കളും പെർഫെക്റ്റ് ആയിട്ട് വളരണം, എല്ലാവരും പെർഫെക്റ്റ് ആണെന്നുള്ളതിന് ഒരു മാറ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അച്ഛൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ കൂടെ വന്നു. ഒത്തിരി പേർക്ക് ഈ പ്രശ്നമുണ്ട്. മൂത്തയാൾ വളരെ നന്നായി പഠിക്കുന്നു, ഇളയാൾ പഠിക്കില്ല, അല്ലെ ഇളയാൾ നന്നായി പഠിക്കുന്നു, മൂത്തയാൾ പ്രശ്നമാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ആൾ പ്രശ്നമാണ്, ഇങ്ങനെ പലരും. അപ്പോൾ ഒരാളെങ്കിലും ഇതുപോലെ അല്ലാതെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള പേരൻസിനോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു നീ അഹങ്കരിക്കാതിരിക്കാൻ ദൈവമായ കർത്താവ് നിനക്കൊരു മുള്ള് തന്നു. 2 കൊരിന്ത്യർ 12:6 മുതൽ വാക്യങ്ങൾ. ഒരു മുള്ള് ദൈവം തരും. അപ്പം അത് ദൈവത്തോട് ചേർത്ത് നിർത്താനും അഹങ്കരിക്കാതിരിക്കാനും തന്ന ഒരു വെളിപാടിൻ്റെ മുള്ളാണ്. അപ്പം മക്കളെയൊക്കെ ആ രീതിയിൽ കണ്ടുകൊണ്ട് ഉൾക്കൊള്ളാൻ പഠിക്കണം. അവരെ പഴിക്കരുത്, ശപിക്കരുത്, ഇങ്ങനെ കാണാൻ പഠിക്കണം എന്ന് പറഞ്ഞാണ് പേരൻസിനോട് നമ്മൾ മറ്റൊരു ചിന്ത പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഏതെല്ലാം കുടുംബം ഇതിങ്ങനെ ദൈവത്തിൽ നകന്നപ്പം തകർന്നു പോയി, ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, അല്ലെ പഴയ നിയമത്തിൽ തന്നെ കാണുന്നുണ്ട്, ചരിത്രം, ലോകചരിത്രം ആരംഭിക്കുമ്പം വീണ്ടെടുക്കപ്പെട്ട കുടുംബങ്ങളുടെ ചരിത്രമാണ്. ലോകത്തിൻ്റെ കൃത്യം ചരിത്രത്തിന് മുമ്പ് ചരിത്രാതീത ചരിത്രം എഴുതുമ്പോഴാണ് വീണുപോയ കുടുംബം. പക്ഷെ ലോകചരിത്രത്തിൽ ബൈബിൾ ആരംഭിക്കുന്നത് BC 1850-800 കാലഘട്ടത്തിലാണ്. അബ്രഹാമിൻ്റെ വിളി എന്ന് പറയുക, അബ്രഹാം സാറ കുടുംബം. അപ്പം അവിടെയാണ് നമ്മൾ കാണുക വീണ്ടെടുക്കപ്പെട്ട കുടുംബം. എന്തായിരുന്നു അബ്രഹാമിൻ്റെയും സാറായുടെയും കുടുംബത്തിൻ്റെ പ്രത്യേകത എന്നറിയാം. അമിതമായ പ്രായമായ സാറ, പ്രായാധികമുള്ള അബ്രഹാം, ദൈവം ഒരുമിപ്പിച്ചു. ആ വാർദ്ധക്യത്തിലും അവർ സന്തോഷത്തിൽ സ്നേഹത്തിൽ അങ്ങ് ജീവിച്ചു പോയി. മക്കളില്ലാഞ്ഞപ്പോഴും ഒരുമിച്ച് നിന്നു, മകളുണ്ടായപ്പോഴും ഒരുമിച്ച് നിന്നു, ഇല്ലായ്മയിലും വല്ലായ്മയിലും പറ്റി നിന്നു, വീഴ്ചയിലും വിജയത്തിലും ഒട്ടി നിന്നു, തകർച്ചയിലും ഉയർച്ചകളിലുമൊക്കെ താങ്ങായിരുന്നു. അങ്ങനെ കടന്നുപോയതാണ് അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതം. അപ്പം ആ ജീവിതത്തിൽ ഒരു ശരിയായ ക്രിസ്തീയ കുടുംബത്തിൽ പാലിക്കേണ്ട ചില ചിന്താധാരകളും ചില ബോധ്യങ്ങളുമൊക്കെ ഈ അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതത്തിലുണ്ട്. ഒന്നാമത് പഠിപ്പിക്കുന്ന പാഠം വിവാഹം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. വിവാഹം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. അതുകൊണ്ടാണ് പറയുക, രാജപുത്രി നിൻ്റെ അഴക് ആന്തരികമാണ്, മാതാപിതാക്കളെ കുടുംബത്തിൽ നീ പിതൃഹൃദയം മറന്നു കളയണം. ഉപേക്ഷ പുരുഷനോട്, മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരണം. അപ്പോൾ ഒരു ഉപേക്ഷയുണ്ട്. ഒപ്പം വിട്ട് കഴിച്ച് അവിടെ നിൽക്കുകയല്ല, ഒരു പുറപ്പാടുമുണ്ട്. അബ്രാഹാം എല്ലാം ഉപേക്ഷിച്ചു, പറഞ്ഞ വഴി ദൈവം അബ്രഹാമിനെ നടത്തി പുറപ്പെട്ടു. അവിടെയാണ് വീണ്ടെടുപ്പ് ആരംഭിക്കുന്നത്. നമുക്കൊണ്ട് ഉപേക്ഷ, കല്യാണത്തിന് മുമ്പ് ചീട്ടുകളി, കള്ളുകൂടി, ചുമ്മാ കൂട്ടുകെട്ട്, ഷാപ്പിൽ പോക്ക്, ബീറടി, ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണത്തോടെ ഉപേക്ഷിച്ചു. കാരണം പിന്നെ ബീറിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഡിയർ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. ബീറിനേക്കാൾ പ്രധാനപ്പെട്ട ഡിയർ. അപ്പോൾ അത് പിന്നെ അതങ്ങ് മാറി, അതിൽ നിന്ന് മാറി. അതാണ് ഉപേക്ഷ. അവൾക്ക് ഒരുപാട് മേക്കപ്പ്, ഡ്രസ്സ്, ചെരുപ്പ്, ആഭരണം സ്വയം അലങ്കരിച്ച് ഒതു തീരാത്തവളാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞു, ഭർത്താവായി, ഒന്ന് ഗർഭിണിയായി, 2 മക്കളാകുമ്പം അതെല്ലാം പോയി, ഉപേക്ഷിച്ചു. അപ്പം ഉപേക്ഷ വേണം. ഭാവനയിൽ ഒരു ഭർത്താവുണ്ട്, കെട്ടിക്കഴിയുമ്പോൾ ആ ഭർത്താവിനെ ഉപേക്ഷിക്കണം. ഭാവനയിൽ ഭാര്യയുണ്ട്, വിവാഹം കഴിയുമ്പോൾ ഭാവനയിലെ ഭാര്യ ഉപേക്ഷിക്കണം. അപ്പം ഒരു ഉപേക്ഷയുണ്ട്. അപ്പോൾ ഒരു പുറപ്പാടുമുണ്ട്. ദൈവം പറഞ്ഞ വഴിയെ പുറപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിയുന്ന പുരുഷൻ സ്വന്തം ഇഷ്ടം വിട്ട് ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം. ഭാര്യ സ്വന്തം ഇഷ്ടം വിട്ട് ഭർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം. അപ്പം ആ പുറപ്പാട് പ്രധാനപ്പെട്ടതാണ്. ചില ആഗ്രഹങ്ങൾ, ചില വാക്കുകൾ, ചില വികാര പ്രകടനങ്ങൾ എനിക്കിഷ്ടമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ പുറപ്പെട്ടിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് ഞാനെന്ന ഭാര്യ പുറപ്പെടണം. എൻ്റെ ഭാര്യയുടെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് ഞാനെന്ന ഭർത്താവ് പുറപ്പെടണം. അവിടെ വീണ്ടെടുപ്പ് ആരംഭിച്ചു. അപ്പോൾ അവിടെയാണ് തകർന്ന കുടുംബം വീണ്ടെടുക്കപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് അബ്രഹാമിൻ്റെ കുടുംബം
കടന്നു വരും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു യാത്രയിൽ വീണ്ടെടുക്കുന്ന ഒരു കുടുംബമായിട്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മാറുമ്പോൾ അത് ഒരു ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം. നാളെ എന്തെന്ന് ഉറപ്പില്ല, ദൈവം നോക്കിക്കോളും. ഇതാണ് വിവാഹത്തിൻ്റെ വിജയം. 3 സുരക്ഷിതത്വങ്ങൾ വെടിയണം ഒരു സ്ത്രീ, ഒരു പുരുഷൻ. അബ്രഹാം പഠിപ്പിക്കുന്നു. ഭൂതകാല സുരക്ഷിതത്വം, വർത്തമാനകാല സുരക്ഷിതത്വം, ഭാവികാല സുരക്ഷിതത്വം. ഭൂതകാലം സ്വന്തം അപ്പനെയും അമ്മയും ആങ്ങളമാരെയും സഹോദരിമാരെയും അവൾ മറക്കണം. ഭൂതകാലം വിട്ടു. ഇവൻ അപ്പൻ, അമ്മ, കുടുംബം, ബന്ധങ്ങൾ അവിടെയും വിട്ടു. പാസ്റ്റ് സെക്യൂരിറ്റി ഇനി വേണ്ട. വർത്തമാനകാല സുരക്ഷിതത്വം. ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പല കുറവുകളും തോന്നും, ചില പോരായ്മയും തോന്നും. ഒത്തിരി കാര്യം ഓർത്തോടെ നടത്താൻ പറ്റിയാൽ പോട്ടെ. അതിനേക്കാൾ സുരക്ഷിതമായ ഒരു പെണ്ണ് എൻ്റെ കയ്യിലുണ്ട്, ഒരു പുരുഷൻ എൻ്റെ കയ്യിലുണ്ട്. ലോകത്തിൻ്റെ വർത്തമാനകാല സുരക്ഷിതത്വം പോട്ടെന്ന് വെച്ചാലും പ്രശ്നം. ഭാവികാല സുരക്ഷിതത്വം നാളെ എന്തായി തീരുമെന്നുള്ളതല്ല. എൻ്റെ 90-ാം വയസ്സിൽ എൻ്റെ ഷേപ്പ് എന്താണെന്ന് ചിന്തിക്കുകയല്ല. ഇപ്പോൾ ഉള്ള പെണ്ണിനൂടെ പ്രസൻറ്റ് ജീവിക്കുക എന്നുള്ളതാണ്. ഭാവിയെക്കുറിച്ച് വ്യക്തത വെടിയുക. അപ്പം ഇതെല്ലാം കഴിയുമ്പോഴാണ് വിവാഹത്തിൻ്റെ വിജയം. ഇതാണ് വീണ്ടെടുക്കപ്പെട്ട കുടുംബം. അങ്ങനെയൊരു കുടുംബമാണ് അബ്രഹാമിൻ്റെ കുടുംബമായിട്ട് നമ്മൾ കാണുക. ഒരു മനോഹരമായി വീണ്ടെടുത്തൊരു കുടുംബം. പഴയ നിയമത്തിൽ തന്നെ നമുക്കൊരു മാതൃകയായി ബൈബിളിൻ്റെ ചരിത്രത്തിലുള്ള പുസ്തകം ആരംഭിക്കുന്നിടത്ത് 1-ാമത്തെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് അവസാനം വന്ന് നിൽക്കുന്നത് പുതിയ നിയമത്തിലേക്കാണല്ലോ. അതെ, പുതിയ നിയമത്തിൽ തിരുക്കുടുംബമാണല്ലോ നമുക്ക് മാതൃക എന്ന് പറയുന്നത്. അതെ, ഒരു മനോഹരമായ കുടുംബമാണ് നിൽക്കുന്നത്. തിരുക്കുടുംബമാണ് നസ്രത്തിലെ കുടുംബം. അവിടെ നമ്മൾ കാണുന്നു ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും യോഗ്യതകൾ തിരുക്കുടുംബത്തിലാണ്. ദൈവോത്തരം പിറന്നു വീണതാണ് തിരുക്കുടുംബം. അപ്പോൾ ആ തിരുക്കുടുംബത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണും തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേകതകൾ. യോസേപ്പ് പിതാവ് എന്തെല്ലാമായിരുന്നു യോസേപ്പിൻ്റെ പ്രത്യേകത? ഒന്നാമത്, യോസേപ്പ് പിതാവ് സൽപ്പേര് നശിപ്പിക്കാത്ത മനുഷ്യനായിരുന്നു. സ്വന്തം ഭാര്യയുടെ പേര് നശിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു. അപ്പം തൊട്ടതിനും പിടിച്ചതിനും ഒരു നല്ല ഭർത്താവ്. പെങ്ങന്മാരോടും അമ്മയോടും ഭാര്യയുടെ കുറ്റം പറയല്ല, അല്ലെങ്കിൽ ആങ്ങളമാരോടും അമ്മയോടും ഒക്കെ കെട്ടിയവൻ്റെ കുറ്റം പറയല്ല. സൽപ്പേര് നശിപ്പിക്കാത്ത ഒരു കുടുംബം ഉണ്ട്. അപ്പം യോസേപ്പ് പിതാവ് സ്വപ്നങ്ങളുടെ മനുഷ്യനായിരുന്നു. സ്വപ്നങ്ങളുടെ മനുഷ്യൻ. എന്നും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവനായിരുന്നു യോസേപ്പ് പിതാവ്. ഒത്തിരി സ്വപ്നം. അതുപോലെ ദാമ്പത്യം ജീവിക്കുമ്പോൾ സ്വപ്നം വേണം. ഒരു പെണ്ണ് അപ്പൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കുമ്പം വലിയ സ്വപ്നമൊന്നും കാണണ്ട. കാരണം അവൾക്ക് വേണ്ടി പേരൻസ് സ്വപ്നം കണ്ടോളും. അപ്പം ഞാൻ കാണണ്ട. ഒരു പുരുഷനും അവൻ്റെ സ്വപ്നം കാണണ്ട. അവന് വേണ്ടി കാരണവന്മാരുടെ കുടുംബത്തിലുണ്ട്. പിന്നെ പ്രായപൂർത്തിയാകുമ്പോൾ ചില സ്വപ്നങ്ങൾ, അതൊക്കെ. അപ്പോൾ സ്വപ്നങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഞാനും എൻ്റെ ഭർത്താവും ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് കൂടുമ്പോൾ ഭാവി കുടുംബത്തെക്കുറിച്ച് രണ്ടുപേർക്കും ഒരു സ്വപ്നം വേണം. മക്കളുണ്ടാവും, ഉണ്ടാകാതിരിക്കാം, ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. പക്ഷേ ഒരു സ്വപ്നം വേണം. എൻ്റെ പെണ്ണിന് വേണ്ടി, എൻ്റെ പുരുഷന് വേണ്ടി, കുഞ്ഞുങ്ങളുണ്ടായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാവിയെക്കുറിച്ചൊരു സ്വപ്നം. ഇതാണ് യോസേപ്പ് പിതാവിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കുടുംബത്തിൻ്റെ മാതൃക. സ്വപ്നത്തിൻ്റെ മനുഷ്യനായിരുന്നു യോസേപ്പ് പിതാവ്. വീണ്ടും ഒരു നല്ല കുടുംബത്തിലുണ്ടാകേണ്ട ഒരു വലിയ പ്രത്യേകതയാണ് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന കുടുംബം. ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ യോസേപ്പ് ദൈവത്തോട് ആലോചന ചോദിച്ചു. കുടുംബത്തിൻ്റെ വലിയ വിജയം അങ്കിളുമാരോടും നീസുമാരോടും കസിൻസിനോടും അഭിപ്രായം ചോദിക്കുകയല്ല. ദാമ്പത്യത്തിൽ അഭിപ്രായം ദൈവത്തോട് ചോദിക്കണം. അന്ന് യോസേപ്പ് പിതാവ് അമ്മയുടെ ആങ്ങളയുടെ മക്കളോടും അപ്പൻ്റെ പെങ്ങളുടെ മക്കളോടും പറയുക, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഗർഭിണി. എന്നാ പറയുന്നു? ഒരു ഡൈവോഴ്സ്. അപ്പോൾ ഡൈവോഴ്സ്. പക്ഷെ ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു അക്സെപ്റ്റ്. ജീവിതത്തിൽ നിർണായക സമയങ്ങളിൽ ഒരുമിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്ന കുടുംബങ്ങൾ ബലപ്പെടും, പിടിച്ചു നിൽക്കും, ശക്തിയുള്ളതായി മാറും. ഇതൊക്കെയാണ് തിരുകുടുംബം തരുന്ന മാതൃക. ഇനി മറിയത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. യോസേപ്പിനെ പോലെ തന്നെ മാതാവിനുണ്ടായിരുന്നു ഒരുപിടി പ്രത്യേകതകൾ. മറിയത്തെ സംബന്ധിച്ചും ഏറ്റവും വലിയ പ്രത്യേകത പരാതി പറയാത്ത പരിശുദ്ധയമ്മ. പരാതി പറഞ്ഞിട്ടില്ല. പശുക്കൂട് കിട്ടി, ഗോമൂത്രം, വൈക്കോല്, ചാണകം, പുല്ല്, ഇതൊക്കെയാണ്. അപ്പം മറിയം പറഞ്ഞത് മതി. വേണമെങ്കിൽ ഗബ്രിയേൽ മാലാഖയോട് പറയാം, ബേദലഹേം സത്രത്തിൻ്റെ മാനേജർക്ക് ഒരു IST കോൾ വിളിച്ചിട്ട് പറ, 1-ാം നമ്പർ മുറി ഫ്രീ ആക്കിയിട്ട് മറിയത്തെ അഡ്മിറ്റ് ചെയ്യുക. മറിയം ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ ഗോമൂത്രം, ഈ വൈക്കോൽ, ഈ ചാണകം, പശുക്കൂട്, ഇത് മതി. പരാതിയില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ മഹിമ, നന്മയെന്ന് പറയുന്നത് പരാതിയില്ലാതെ ജീവിക്കുക, പരുവം പറയാതെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ
ലോകത്ത് ചെയ്യാൻ പറ്റും. പരിശുദ്ധ അമ്മ പരാതി പറയാത്ത ഒരമ്മയായിട്ടാണ് നമ്മൾ കാണുക. അപ്പം യോസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും മാതൃക കുടുംബത്തിൽ നമുക്കൊരു ബലമാണ്, ഒരു വീണ്ടെടുപ്പിനുള്ള ഒരു അടയാളമായിട്ട് ദൈവം കാണിച്ചു തരുന്നുണ്ട്. അബ്രഹാമിൻ്റെ കുടുംബത്തിലൂടെ വീണ്ടെടുപ്പ് നടന്നു. അങ്ങനെ വരുന്നു നസത്തിലെ കുടുംബം. അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയാൽ ആ നാട്ടിലെ ഒരു കുടുംബമുണ്ട്, അത് ബെഥനിയായിലെ ലാസറിൻ്റെയൊക്കെ കുടുംബമാണ്. അപ്പോൾ ഏത് മരണം വന്നാലും തളരാതെ പിടിച്ചിരിക്കാൻ പറ്റുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ തളരാതിരിക്കാൻ പറ്റും. കാരണം ബെഥനിയായിലെ കുടുംബം അവരുടെ വരുമാന വഴിയായ നട്ടല്ലായ ഒരേ ഒരു പുരുഷൻ ലാസർ മരിച്ചു, പെങ്ങന്മാർ തകർന്നു. എങ്കിലും തളരാതിരുന്നത് ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു. കരയേണ്ടെന്ന് പറയാൻ ക്രിസ്തുവുണ്ട്, കല്ലറയ്ക്കലും വീട്ടിലും. ഇത് നമുക്കുണ്ട്. എന്തെല്ലാം പ്രശ്നം വന്നു കഴിയുമ്പോഴും ഒരു കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പിന് ക്രിസ്തുവിലേക്ക് നോക്കണം. അവൻ പറയും കരയരുത്, ഇത് മരണമല്ല ഉറക്കവാ എന്ന് പറയും. ഉറങ്ങുമ്പം അലാം വെച്ച് കിടങ്ങും, രാവിലെ അലാം അടിക്കുമ്പോൾ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എല്ലാ മനുഷ്യനും മരിക്കും, മരിച്ച് കല്ലറ കിടക്കും. അന്തിമ കാഹളം എന്ന വലിയ അലാം അടിക്കുമ്പോൾ നമ്മളെല്ലാം ചാടി എഴുന്നേക്കും. ആ ഉറപ്പ് ബെഥനിയായിൽ ലാസറിന് മുമ്പ് വെച്ച് കർത്താവ് കൊടുക്കുന്ന ഒരു ചിന്തയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലുകൾ എപ്പോഴും കുടുംബത്തിൽ നമുക്ക് വേണം. നമുക്കുള്ള മോഡൽ ഡൈവോഴ്സ് നടത്തിയ സിനിമാ നടൻ്റെ കുടുംബമാണ് നമുക്കുള്ളത്. അടിച്ചു പിരിഞ്ഞ ക്രിക്കറ്റ് താരം, ഫുട്ബോൾ സ്റ്റാർ, അങ്ങനെയുള്ള ഒഴിപ്പിപ്പോയ കുടുംബമുണ്ട്. ആ കുടുംബത്തെ മോഡലാക്കിയാൽ പ്രശ്നമാണ്. അതെപ്പോഴും ഓർക്കണം, ഒരു മാവില്ലേ 100 മാങ്ങ, 2 പുഴുക്കുത്തേറ്റു. പുഴുക്കുത്തേറ്റ മാങ്ങയല്ല റോൾ മോഡൽ, കേടുവല്ലാതെ കൊടുക്കാൻ 98 ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ റോൾ മോഡലുകളെ നമ്മൾ കണ്ടെത്തണം. അതിന് ബൈബിളിൽ ദൈവം വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള നിരവധി കുടുംബങ്ങൾ. അപ്പം അതിനെ നോക്കാനും ഒരു ശക്തി സംഭരിക്കാനും നമുക്ക് നമ്മുടെ കുടുംബത്തെ ബലപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നു. അപ്പം അതിനെപ്പോഴും മോഡൽ ദൈവം തരും. അപ്പം നമുക്ക് നല്ല നല്ല റോൾ മോഡലുകളുള്ള കുടുംബങ്ങളെ നമ്മൾ കണ്ടെത്തണം. അത് ബൈബിളിലാകാം, നമ്മുടെ ഇടവകളിലാകാം, എവിടെയുണ്ട് നല്ല റോൾ മോഡലുകൾ. അപ്പം അവരെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പം ഇടയ്ക്കൊക്കെ തളർച്ചയും ഉയർച്ചയും വന്നാലും വീഴിയല്ല, പിടിച്ച് ബലപ്പെട്ട് നമ്മൾ നിൽക്കുന്ന മനുഷ്യരായിട്ട് മാറും. അപ്പം അങ്ങനെ ബൈബിൾ അബ്രഹാം ആദത്തിൻ്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അബ്രഹാം തിരുക്കുടുംബം, ബെഥനിയായിലെ കുടുംബം, അങ്ങനെ നമ്മുടെ നാട്ടിലെ ചില നല്ല കുടുംബം, അത് റോൾ മോഡലായിട്ട് പോസിറ്റീവായിട്ട് നമ്മുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക. ഞാൻ ഓർക്കുമായിരുന്നു, ഇത് കേട്ടപ്പോഴാണ് ശരിക്കും ഈ മറിയത്തെക്കുറിച്ചാണെങ്കിലും യോസേപ്പിതാവിനെക്കുറിച്ചാണെങ്കിലും ഞങ്ങളൊക്കെ ചിന്തിക്കാത്തതിലപ്പുറം കാര്യങ്ങൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. പരാതി പറയാതെ ജീവിക്കുന്ന മാതാവിനെ അറിയാം, പക്ഷെ എന്നാലും സ്വപ്നങ്ങളുണ്ടാവണം. അതുപോലെ തന്നെ ആ നൈമിഷിക സുഖങ്ങളുള്ള ആ പഴം, അതൊക്കെ ഞാൻ ഭയങ്കര ആസ്വദിച്ച് കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരു ധ്യാനം കൂടി എഫക്റ്റായി സത്യത്തിൽ കേട്ടോ. ഞാൻ വിദേശത്തൊന്നും വരാതെ എനിക്ക് ഈ എപ്പിസോഡ് ഒരു ധ്യാനം കിട്ടിയ അനുഭവമായി. അപ്പോൾ കേട്ടിരുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ കുടുംബങ്ങളെയൊക്കെ കൂടുതൽ മാതൃകയാക്കാൻ, കൂടുതൽ തിരുവചനം വായിക്കാൻ പറ്റട്ടെ, അല്ലേ, വിശുദ്ധ ഗ്രന്ഥം കൂടുതൽ പഠിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.